രേണുക, പറയൂ. ഈ സ്ത്രീധന പീഡനം ഇപ്പൊ വർഷങ്ങളായി മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സമൂഹം മാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ സമൂഹം മാറുന്ന കോലമൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തമിഴ്നാട്ടിലാണ് സംഭവം. പക്ഷെ തമിഴ്നാട്ടിലാണെങ്കിലും നമ്മുടെ ഒരു സഹോദരിയാണ്. എന്തായിരുന്നു ആ കൊച്ചിന്റെ പേര്? ഋതന്യ എന്ന് പറഞ്ഞ പേരുള്ള കൊച്ച്. 100 പവനാ കൊടുത്തത്. 70 ലക്ഷം രൂപയും കാറും. അവനെ കണ്ടപ്പോ 70 ലക്ഷം രൂപയ്ക്കും 100 പവനും ഉള്ള ഒരു മുതലൊന്നും അല്ല. അതെന്തോ ആവട്ടെ. പക്ഷെ ആ കൊച്ചിന്റെ ആ വോയിസ് മെസ്സേജ്, അച്ഛനുമായി സംസാരിക്കുന്ന അവിടെ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ കേട്ടുകൊണ്ട് അത് നമ്മൾ കേട്ടതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ പെൺകുട്ടികൾ ഒടുവിൽ മരണം എന്ന ഇതിലേക്ക് എത്തുന്നത്? അതിനപ്പുറത്ത് മറ്റു പല വഴികളും ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല? പക്ഷെ എനിക്ക് തോന്നുന്നു കല്യാണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നം തന്നെയാണ്. നമ്മുടെ മാത്രമല്ല, നമ്മുടെ അച്ഛൻ്റെ അമ്മേൻ്റെ ആയാലും കുടുംബക്കാരുടെ ആയാലും ഒക്കെ ഒരു സ്വപ്നമാണ് ഒരു കുട്ടീനെ കല്യാണം കഴിച്ച് പറഞ്ഞയക്കുക എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഇത്രയും കാശ് മുടക്കി ഇത്രയും ചിലവൊക്കെ ചെയ്ത് ഒരു കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പം പിന്നെ മേ ബി അവർക്ക് സ്വയമേ തോന്നുന്നുണ്ടാവും എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്കിത് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി ചെല്ലുമ്പം അവർക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവർക്കൊരു മനോവിഷമം വേണ്ട എന്നുള്ള രീതിക്കാവും മേ ബി ഇവരിതൊന്നും പുറത്ത് പറയാതെ ഉള്ളിൽ കൊണ്ട് നടന്നിട്ട് അവസാനം ആത്മഹത്യക്ക് എത്തുന്നതെന്ന് തോന്നുന്നു. രേണു ആണെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യുക? അതങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കിപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് ഞാൻ എല്ലാം തുറന്നു പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ പറയണം. പക്ഷെ എല്ലാ മാതാപിതാക്കളും എനിക്ക് തോന്നുന്നു അതുപോലെ ആക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. ശരിയല്ലേ? ഇപ്പൊ നമ്മള് വീഡിയോസിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴേ പല കമന്റുകളും വരാറുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ പോയത്? അപ്പൊ ചിലപ്പം പറയും ആ ഒരു പെൺകുട്ടീന്റെ കാരണം കൊണ്ടാവും, നീ വീട്ടിൽ നേരെ നിൽക്കാത്തോണ്ടായിരിക്കും, ചിലപ്പോ ഹസ്ബൻഡിന്റെ അമ്മയുടെ അടുത്ത് അങ്ങനത്തെ സ്വഭാവം അനുഭവിക്കേണ്ടി വരുന്നത്. ചിലപ്പോ നമ്മുടെ സ്വന്തം അമ്മ തന്നെ പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെ ആയിരിക്കും, കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക അപ്പൊ ശരിയായിക്കോളും. അങ്ങനെ പറയുന്ന വീട്ടുകാരെ പേടിച്ചിട്ടായിരിക്കാം മേ ബി തുറന്നു പറയാത്തത്. ഈ കേസ് തന്നെ അവനൊരു സൈക്കോ ആണ് എന്ന തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. പക്ഷെ എങ്ങനെയായാലും ഒരു മനുഷ്യൻ മരിക്കാൻ തീരുമാനിക്കുന്നത് അത്രയേറെ മനസ്സ് മടുത്തിട്ടായിരിക്കും. അപ്പം മരിച്ച ആളുടെ ഭാഗത്തായിരിക്കും ഒരു ശരി എന്നാണ് അല്ലേ? നമുക്കൊരു കോമൺ സെൻസ് വെച്ച് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പെൺകൊച്ചുങ്ങൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇത്തരത്തിൽ നമ്മുടെ മുന്നിൽ വിസ്മയമുണ്ട്. അതിനു മുമ്പ് ഉത്തരയുടെ വലിയൊരു കേസായിരുന്നു. പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലാൻ വേണ്ടി തുഷാര, അങ്ങനെ ഒരുപാട് പേരുകളുടെ ഒരു നിര തന്നെ ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ, അതായത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ പറ്റുന്നില്ല എന്നതാണ് ചോദ്യം വരുന്നത്. അല്ലാതെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് പ്രതികരണമല്ല. എനിക്ക് തോന്നുന്നു ഈ കല്യാണം കഴിയുന്ന മുന്നേ ഈ പെൺവീട്ടുകാരോട് ഈ സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്നുണ്ടല്ലോ. അപ്പൊ ഈ ആൺവീട്ടുകാർ എന്തിനാണ് ഇത്രയും എമൗണ്ടിലുള്ള സ്ത്രീധനം ചോദിക്കുന്നത്? അല്ലെങ്കിൽ ഈ പെൺവീട്ടുകാർ എന്തിനാണ് അത് കൊടുക്കാൻ തയ്യാറാവുന്നത്? അങ്ങനെ ചോദിക്കുന്ന ആ ഒരു ബന്ധം വേണ്ടാന്ന് അവർക്ക് വെച്ചൂടെ? കാരണം നമ്മളിപ്പോ 5 പവൻ 10 പവൻ എന്ന് പറയുന്ന ഒന്നല്ല, 300 പവൻ, ഏക്കർ കണക്കിന് സ്ഥലം, കാറ് ഒക്കെ കൊടുത്തിട്ടാണ് അത് പോരാ SUV വേണം, BMW വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീധനത്തിന്റെ പേരിൽ കാറിന്റെ കളറ് പ്രശ്നം അങ്ങനത്തെ ഒക്കെ പേരിലാണ് ഇവര് ഉപദ്രവിക്കുന്നത്, വീണ്ടും സ്ത്രീധനം ചോദിക്കുന്നത്. അത് ഓക്കെ, കാശുള്ളവര് 100 പവനും 300 പവനൊക്കെ കൊടുത്തിട്ട് കല്യാണം കഴിപ്പിക്കുന്നു. അപ്പൊ ഈ ഒന്നും ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ പാവപ്പെട്ടവർ എന്ത് ചെയ്യും? അങ്ങനെ ഞാനിപ്പം വീട്ടുകാർ കൊടുക്കുന്നത് ഓക്കെ, അല്ലാണ്ട് അവര് ചോദിച്ചു മേടിക്കുകയാണെങ്കിൽ, ഞാനിപ്പോ സ്നേഹിക്കുന്ന ആളായാലും അല്ലെങ്കിൽ സ്നേഹിച്ച് കല്യാണം കഴിക്കുകയാണെങ്കിലും അങ്ങനെയുള്ള ഒരാള് സ്ത്രീധനം ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആ ബന്ധം വേണ്ടാന്ന് വെക്കും. ഇതേപോലെ രേണുവിനെ പോലെ തന്നെ എല്ലാവർക്കും അങ്ങനെ പറയാൻ സാധിക്കണമെന്നില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇപ്പൊ വിസ്മയ കേസ് നമുക്ക് മുന്നിലുണ്ട്. വിസ്മയുടെ കേസിലെ പ്രതി കിരൺ പറയുമ്പോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അത് MPD എല്ലാരും മോശക്കാരല്ല, പക്ഷെ നല്ലോണം പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന, ക്യാഷും വിവരമുള്ള ആളുകളാണ് കൂടുതലായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതെ, രേണു പറഞ്ഞ കറക്റ്റ്. സാധാരണക്കാരൻ ഇപ്പം 15 പവൻ എന്താ പറയാ സന്തോഷിച്ച് വാങ്ങിയ ആളുകൾ ഉണ്ടാവും. സ്ത്രീധനം എന്നുള്ള രീതിയിലായിരിക്കും. കൂലിപ്പണിക്കാരന്റെ ഭാര്യ ഇപ്പോഴും
അതെ, ഇങ്ങനത്തെ കേസുകളുടെ അടിയിൽ വരുന്ന കമന്റുകൾ കണ്ട ഭയങ്കര കോമഡിയാ. കാരണം പെണ്ണ് കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അവര് പറയുന്നത് എന്നിട്ട് ഇത്രയും നല്ല പെണ്ണിനെ നീ എന്തിനാടാ ഉപദ്രവിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട്. അത് ഇടുന്നത് ആൾക്കാര് ഞാൻ പറയുന്ന നമ്മൾ വിദ്യാഭ്യാസത്തെ കുറച്ച് കാണുന്നു. എന്റെ അച്ഛൻ മുന്നേ എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, കൂലിപ്പണിക്കാരനായാലും എന്നെ നോക്കുന്നുണ്ടെങ്കിൽ പ്രേമിച്ചാൽ കല്യാണം കഴിച്ച് തരുന്നുള്ളത്. അത് സത്യമല്ലേ? ഇപ്പൊ ഒരുപാട് ക്യാഷ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ പൈസ ഉള്ള വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? ഈ ഇതുപോലെ മനസമാധാനവും പീഡനമൊക്കെ അനുഭവിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് കാര്യമുണ്ടോ? ഒരു ബസ് ഡ്രൈവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി ഓട്ടോ ഡ്രൈവറോ കൂലിപ്പണിക്കാരനായിക്കോട്ടെ, നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാളായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ രേണുവിനെ പോലെ എത്ര പെൺകുട്ടികൾ ചിന്തിക്കും? അതില്ല. കാരണം ഇപ്പൊ പെൺകുട്ടികളായാലും സാധാരണക്കാരായാലും ചിലപ്പോ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കും. എന്റെ കല്യാണത്തിന് അംബാനിയുടെ മോൻ പോയാലും തള്ളമാര് പറയും ഗവൺമെന്റ് ജോലി വേണം, അവക്ക് ഗവൺമെന്റ് ജോലിയുള്ളവനെ അങ്ങനെ ചിന്തിക്കുന്നവരാണ് കൂടുതല്. എന്നിട്ട് ഗവൺമെന്റ് ജോലി അവനെ ഒരു 1.5 ലക്ഷം 2 ലക്ഷം രൂപ ശമ്പളം ഉണ്ടാവും. അങ്ങനെയുള്ള അവന് വീട്, സ്വർണം ഇതെല്ലാം കൊടുത്തിട്ട് ആ കൊച്ചിന് സമാധാനം ഉണ്ടാവില്ല. നേരെ മറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാതെ എന്റെ നാട്ടിലൊക്കെ ഇപ്പോഴും 35-40 വയസ്സായിട്ട് പെണ്ണ് കിട്ടാത്ത ആളുകളുണ്ട്. ഇപ്പൊ എന്റെ നാട്ടിലുള്ള ആളുകള് കുടകിൽ പോയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ഭാഷ അറിയാത്ത നല്ല പെൺകുട്ടികള് നമ്മൾക്ക് നാട്ടിലേക്ക് മണവാട്ടിമാരായി എത്തി. അവർ ജീവിക്കുന്നുണ്ട്. അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ അവർക്ക് അങ്ങോട്ട് ജോലിക്ക് പോയവര് കൊടുക്കുകയാണ്. നേപ്പാളി അല്ലെങ്കിൽ ഫിലിപ്സിനൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടിരുന്നവരുണ്ട്. അതുപോലെ ആണ് കുടകിലൊക്കെ പോയിട്ട് നമ്മള് പെങ്കൊച്ചുങ്ങൾക്ക് അവർക്ക് അങ്ങോട്ട് സ്വർണവും പണവും കൊടുത്ത് അവര് സ്വീകരിക്കുകയാണ്. ശരിക്കും അതാണ് വേണ്ടത്. ശരിക്കും സത്യം പറഞ്ഞാൽ അതാണ് വേണ്ടത്. കാരണം പെണ്ണിനെ അങ്ങോട്ട് ഇത്രയും കാലം അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയിട്ട് ചെക്ക ഇവിടെയല്ല നിക്കാൻ വരുന്നത്, പെണ്ണ് അങ്ങോട്ടാ പോകുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് സാധനം കൊടുത്തിട്ടല്ല അവരെ സ്വീകരിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ മുസ്ലിങ്ങളെ കല്യാണത്തിലൊക്കെ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്. ഇവര് മഹർ എന്ന് പറയും, കേട്ടിട്ടുണ്ട്. അത് പെണ്ണ് എന്താണോ ചോദിക്കുന്നത് അതാണ് അവർക്ക് മഹർ. ഇപ്പൊ അടുത്ത എന്റെ ഫ്രണ്ടിന്റെ കല്യാണം കഴിഞ്ഞു. അവള് മഹറായി ചോദിച്ചത് ഏത് സമയത്തും എന്റെ കൂടെ ഉണ്ടാവണം, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകണം, അത്രയാണ് അവള് മഹറായിട്ട് ചോദിച്ചത്. അത് സമ്മതിച്ചു. അവര് കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ട് 1 മാസം ആയിട്ടില്ല. 1 മാസം ഹാപ്പിയാണ്, ഇനി ഭാവി ജീവിതം കണ്ടറിയണം. അപ്പൊ അങ്ങനെയൊക്കെ വീൽ ചെയർ കൊടുത്തിട്ടുണ്ട് മഹറായിട്ട്, അങ്ങനെയൊക്കെ കുറെ ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ അതൊരു നല്ല അവരുടെ മതാചാരപ്രകാരമുള്ള നല്ലൊരു കാര്യമാണ്. ഒരു വാക്ക് പാലിക്കുക അല്ലെ, ആണ് പെണ്ണിനോട് വാക്ക് പാലിക്കുക എന്നുള്ളത്. പക്ഷെ ഇതില് ഈ സ്ത്രീധനം കണക്ക് ചോദിച്ചു വാങ്ങുക, അത് വാങ്ങിയതിനു ശേഷം കുറഞ്ഞു പോയി കളറ്. ഇപ്പൊ സ്ത്രീധനത്തിന്റെ ഇഷ്യൂ വന്നത് മുഴുവനായും ഈ 100 പവൻ അല്ലെങ്കിൽ 300 പവനൊക്കെ കൊടുത്തവർക്ക് മാത്രമാണ്, അല്ലാതെ 10-5 പവന്റെ കണക്കല്ല. ഇപ്പൊ വിസ്മയ 100 പവന് കൊടുത്തു. ഇപ്പൊ കഴിഞ്ഞ 300 പവനോ ഇപ്പൊ റിധന്യ 100 പവൻ കൊടുത്തു. പിന്നെ എന്തോ ഡോക്ടർ ഷബിന് അങ്ങനെ ആരോ മരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ തുഷാര മാത്രം എന്തോ 2 ലക്ഷത്തിന്റെ എന്തോ ഒരു കണക്ക് ഞാൻ നോക്കിയപ്പോ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത്രയും കൊടുത്തിട്ടാണ് ഇവർ ഈ സ്ത്രീധനത്തിന്റെ കണക്ക് പറയുന്നത്. പറഞ്ഞ പോലെ ഈ 10 പവനോ അല്ലെങ്കിൽ 5 പവനോ ചോദിക്കാതെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ മക്കൾക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടാവും. അത് ചെറുക്കൻ ചോദിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ കൊടുത്ത ആളുകളുടെ വീട്ടിലെ പങ്കുവച്ച് ഇപ്പം സമാധാനത്തോടെ ജീവിക്കുന്നു. അപ്പൊ നിങ്ങളെ ഈ 100 പവനോ 50 പവനോ ഒക്കെ കൊടുക്കുമ്പോഴേ ഈ ആൺകുട്ടികൾ അല്ലെങ്കിൽ ഇത്തരം ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങളെന്തോ വലിയ സംഭവമാണ്. ഒന്നുമല്ല. കൂലിപ്പണിക്കാരനായാലും ആരായാലും കൂലിപ്പണിക്കാരൻ മോശം എന്നല്ലേ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സ്ത്രീധനം പോലെ തന്നെ അങ്ങനെയുള്ള ജോലി ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ, കളറ് പോരാ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാൻ അറിയില്ല. അറിഞ്ഞോണ്ടല്ലേ കല്യാണം കഴിക്കുന്നല്ലേ. ഇപ്പം എന്താ പറയാ, എനിക്ക് നേരിട്ട് അറിയുന്ന കുട്ടി എന്നുള്ളൊരു രേണു ലോക മണ്ടിയാണ്. അതെന്തുകൊണ്ടാ ചേട്ടാ അങ്ങനെ ലോക മണ്ടി എന്നൊക്കെ മുദ്ര കുത്താൻ പാടില്ല? അപ്പം അങ്ങനെയുള്ള ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവർ വന്നാൽ മതി. ഇത്രയും സന്മനസ്സും നല്ല എന്താ സൽഗുണ സമ്പന്നയുമായ ഒരു കുട്ടീനെ കല്യാണം കഴിക്കുന്നത് നല്ലതാണ്. അതെ, അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. പറഞ്ഞു വരുന്നത് നമ്മുടെ സഹോദരിമാർ, ഈ സഹോദരിമാരോട് പറഞ്ഞിട്ട് അവർക്ക് ഇതേപോലെ സംസാരിച്ച് അച്ഛനെ അമ്മനെ വിശ്വസിപ്പിച്ച് കല്യാണം കഴിപ്പിക്കുക. അവരുടെ ഈ പെൺകുച്ചുകളുടെ വാക്കിന് വില കൊടുക്കുക. പക്ഷെ അതിന് വീട്ടുകാരും കൂടെ അവര് പറയുന്നത് കേൾക്കാൻ തയ്യാറാണ്. അല്ലാതെ അച്ഛനും അമ്മയും കുറച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് 1 മാസം 2 മാസം തള്ളി നീക്കിയിട്ടാണ് പിന്നീട് ഇവർ ആത്മഹത്യ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോട് അല്ലെങ്കിൽ കല്യാണം കഴിപ്പിക്കാൻ ഒരുങ്ങുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കളോട് പറയാനുള്ളത്, ഞങ്ങളുടെ ചെറിയ അറിവ് വെച്ച് പറയാനുള്ളത്, നിങ്ങൾ ആരാണ്, ജോലി എന്താണ്, നിറം എന്താണ്, അതൊന്നുമല്ല. കൃത്യമായ
ക്യാരക്ടർ, സ്ത്രീധനം ചോദിക്കുന്നവരോട് തരില്ല എന്ന് തന്നെ മുഖത്ത് അല്ല, നോക്കി പറയും. സ്ത്രീധനം ഇങ്ങനെ കണക്ക് പറഞ്ഞ് ചോദിക്കുന്നവരോട് തരില്ല എന്ന് നിനക്ക് ഇവിടെ മുഖത്ത് നോക്കി പെണ്ണില്ല പറയും. എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ മലബാറിലേക്ക് അങ്ങ് വാ. മലബാറിലെ പെൺകുട്ടികൾ അല്ലെ, രേണുവിനെ പോലുള്ള നല്ല കൊച്ചുങ്ങൾ അവിടെ ഉണ്ട്. മലപ്പുറത്ത്, വയനാട്ടില്, കണ്ണൂര്, കാസർഗോഡ് നല്ല കൊച്ചുങ്ങൾ. സ്ത്രീധനം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നല്ല തല്ലും കിട്ടും. കണ്ണൂരൊക്കെ പോയാൽ നല്ല തല്ല് കിട്ടും. അവിടെ DYFI പോലുള്ള യുവജന സംഘടനകൾ, യൂത്ത് കോൺഗ്രസ്, ഇത്തരം യുവമോർച്ച അടക്കമുള്ള യുവജന സംഘടനകൾ ഇതിനെതിരെ രംഗത്തുണ്ട്. തല്ല് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കള്ളം പറയുന്നില്ല, അവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പെങ്കൊച്ചുകളെ കൊടുക്കാം. പിന്നീട് ഭാവിയിൽ അവരുടെ കുട്ടികളും അല്ലെങ്കിൽ അവർക്ക് വലിയ ബാധ്യതകളൊക്കെ വരുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാം. അതിനൊന്നും ഒരു കുറ്റവും ഇല്ല. അവരെ വേറെ രീതിയിൽ സഹായിക്കാം. അല്ലാതെ സ്ത്രീധനം കണക്ക് പറഞ്ഞ് ഒടുവിൽ ഈ പെങ്കൊച്ചുങ്ങളുടെ ശാപം വാങ്ങി അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന സമ്പ്രദായമായി കല്യാണം മാറരുത് അല്ലേ. നാളെ ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന രേണുവിന്റെ കല്യാണം കഴിഞ്ഞ് അവൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമോശം തോന്നിക്കഴിഞ്ഞാൽ, ബുദ്ധിമോശം തോന്നില്ല, ആ നിമിഷം ഞാൻ ഇറങ്ങിപ്പോയി. അങ്ങനെ തോന്നാതെ എന്തായാലും അവർക്ക് അങ്ങനെ തോന്നില്ല. ഇനി അഥവാ മേ ബി ഉണ്ടായാൽ നമ്മളെയൊക്കെ ഏത് തരത്തിൽ അത് ബാധിക്കുമെന്നും പറയാൻ സാധിക്കില്ല. നമ്മളെയൊക്കെ തകർത്ത് കളയും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്കൊന്നും തന്നെ നമ്മളിപ്പം കുട്ടികളെ തള്ളിവിടാതിരിക്കാം. രേണു എന്തായാലും അങ്ങനെ ആവില്ല. നല്ല മസിൽ പവറും മൈൻഡ് പവറും ഉള്ള കൊച്ചാണ്. ഓക്കെ.